യെശയ്യാവ് 44:22 ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെപ്പോലെ നിന്റെ പാപങ്ങളെയും മായിച്ചു കളയുന്നു. എങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങളെയും പാപങ്ങളെയും കുറിച്ച് ഓർത്തിട്ട് ഇനിയും ദൈവം എന്നെ സ്വീകരിക്കയില്ലെന്നും എന്റെ പ്രാർത്ഥന കേൾക്കയില്ലെന്നും ചിന്തിച്ച് മനോവ്യസനത്തോടെ ഇരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനം 32:1-2 ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദാവീദ് പറയുവാൻ കാരണം 5-ാം വാക്യത്തിൽ ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്റെ ജീവിതത്തിൽ വന്ന ലംഘനങ്ങളെയും പാപങ്ങളെയും മറച്ചു വെക്കാതെ ദൈവത്തോട് അവയെ ഏറ്റുപറഞ്ഞതുകൊണ്ടല്ലേ സദൃശ്യവാക്യങ്ങൾ 28:13 തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്നും പാപം ചെയ്ത് ദൈവത്തെ വിട്ടുമാറിയ തന്റെ ജനത്തോട് യിരെമ്യാവ് 3:12-13 വാക്യങ്ങളിൽ മടങ്ങി വരിക, ഞാൻ നിങ്ങളോട് കോപം കാണിക്കയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കയുമില്ല, നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്ത് ദുർമാർഗമായി നടന്നതും എന്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്ക മാത്രം ചെയ്യുക എന്ന് യേഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞിരിക്കുന്നതിനാലും നമ്മളുടെ തെറ്റുകളെ നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതിനാൽ യേശുവിങ്കിലേക്ക് മടങ്ങിച്ചെന്ന് തന്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഒരു നാളും നമ്മളെ കൈവിടുകയില്ല. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.